ഹായ് ഗൈസ്, ഇസ്ലാം മഖാശേവ് വേഴ്സസ് ഇയൻ ഗാരി. ഇസ്ലാം മഖാശേവിൻ്റെ കരിയറിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൈറ്റാണ് ഈ വരുന്ന ആഗസ്റ്റ് 15 നടക്കാൻ പോകുന്ന ഇയൻ ഗാരിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാം മഖാശേവ് കറൻ്റ്ലി 16 വിൻ സ്ട്രീക്കിൽ നിൽക്കുകയാണ്. ആൻഡേഴ്സൺ സിൽവയുടെ റെക്കോർഡ് ടൈ ആയിട്ട് നിൽക്കുകയാണ്. ഒരു വിന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ US വിൻ സ്ട്രീക്ക് റെക്കോർഡ് ഇസ്ലാം മഖാശേവ് പൊട്ടിക്കും. US വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിട്ട് ഇസ്ലാം മഖാശേവ് മാറും. UFC ഗോഡ് ഡിബേറ്റിലെ ഒരു സോളിഡ് നെയിമായിട്ട് ഇസ്ലാം മഖാശേവ് മാറുകയും ചെയ്യും. പക്ഷേ അതിനുവേണ്ടിയുള്ള മഖാശേവിൻ്റെ മുമ്പിലുള്ള ചാലഞ്ച് ഇയൻ ഗാരി അത്ര ചെറിയൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചാണ് നമുക്ക് പെട്ടെന്ന് അടുത്ത വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. അത് കുറയുന്നതനുസരിച്ച് ആ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനും കുറയും. കാരണം ഇതിൽ നിന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് പോലും അല്ല. അതുകൊണ്ട് തന്നെ സപ്പോർട്ടാണ് എല്ലാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സോ ഇസ്ലാം മഖാശേവ് വേഴ്സസ് ഇയൻ ഗാരി. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഹൈപ്പ് ഡിസേർവ് ചെയ്യുന്നൊരു ഫൈറ്റാണിത്. കാരണം സ്കിൽ വൈസ് ഒരു റിയലി ഗുഡ് ഫൈറ്റാണ്. കാരണം ഇസ്ലാം മഖാശേവിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇസ്ലാം മഖാശേവിന് നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹംഗ്രി അപ്പ് ഇൻ കമറാണ് ഇയൻ ഗാരി. ശരിക്കും ഇത് ഡാഗ്സൺ വേഴ്സസ് അയർലൻഡ് 2 എന്നുള്ള രീതിയിലൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. കാരണം അന്ന് കോണർ വേഴ്സസ് കബീബ് ഫൈറ്റിൻ്റെ സമയത്ത് അന്ന് കോണർ മക്രോ ഡബിൾ ചാമ്പായിട്ട് ആ ഒരു ടോപ്പിൽ നിന്നിരുന്ന ആളും കബീബ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അപ്പ് ഇൻ കമർ അല്ലെങ്കിൽ ആ ഒരു ബെൽറ്റ് ഹംഗ്രി ആയിട്ടുള്ള ആളും എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നേരെ തിരിച്ചു. ഇസ്ലാം മഖാശേവ് നേരെ ആ ലെഗസിയുടെ പടിവാതിക്ക് നിൽക്കുന്ന ആളും. എന്നാൽ ഇയൻ ഗാരി വരുമ്പോഴത്തേക്ക് ആ ഒരു ചാമ്പ്യനെ ഡീത്രോൺ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു യങ് ടാലൻറ്റഡ് അപ്പ് ഇൻ കമർ എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഇയൻ ഗാരി ഐറിഷും കൂടാണ്. അന്നേരം ശരിക്കും ഇതൊരു അയർലൻഡ് വേഴ്സസ് ഡാഗിസ്ഥാൻ 2 എന്നുള്ള രീതിയിലേക്ക് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ആൾക്കാർക്ക് ഇയൻ ഗാരി ഇഷ്ടമല്ല. അതിന് കുറേ റീസൺസ് ഉണ്ട്, അത് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിന് വേണ്ടുന്നൊരു ഹൈപ്പ് കിട്ടുന്നില്ല. ഇത് ശരിക്കും ഒരു ഡാഗിസ്ഥാൻ അയർലൻഡ് എന്ന് പറയുന്ന ആ ഒരു നെയിം എന്നുള്ളതിനേക്കാൾ ഒരു ടാലൻറ്റ് വൈസ് ആണെങ്കിലും ഇത് ശരിക്കും നല്ലൊരു ഫൈറ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇവരുടെ കുറേ സ്റ്റൈൽസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണെങ്കിലും 2026 എന്ന് പറയുന്ന വർഷമാണെങ്കിലും അപ്സെറ്റുകളുടെ വർഷമാണ്. പിന്നെ അതുപോലെ തന്നെ ആൻഡേഴ്സൺ സിൽവ കേഴ്സ്, അങ്ങനെ കുറേ കേഴ്സുകളും എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് മാച്ചപ്പാണ് ശരിക്കും. ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്ലാം മഖാശേവിനെതിരെ ബെറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇസ്ലാം മഖാശേവിനെ സ്പെഷ്യലാക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം മഖാശേവ് ഭയങ്കര വെൽ റൗണ്ടഡ് ആണ്. ഞാൻ മറ്റേ JDM വേഴ്സസ് ഇസ്ലാം മഖാശേവ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇസ്ലാം മഖാശേവ് അല്ല US ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കർ, ഏറ്റവും ബെസ്റ്റ് റെസ്ലർ മഖാശേവ് അല്ല. പക്ഷേ ഓരോ ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ബെസ്റ്റ് മഖാശേവ് അല്ല. പക്ഷേ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ മഖാശേവാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് മഖാശേവിനെ സ്പെഷ്യലാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ടീം ഖബീബിൻ്റെ ഗെയിം പ്ലാൻ, മഖാശേവിൻ്റെ ടീമിൻ്റെ ഗെയിം പ്ലാൻ അന്യായമാണ്. കാരണം ബോറിംഗ് ഫൈറ്റോ ഇൻട്രസ്റ്റിംഗ് ഫൈറ്റോ എന്തോ ആവട്ടെ, പക്ഷേ അവരുടെ ഗെയിം പ്ലാൻ, ആ ഗെയിം പ്ലാൻ ഇസ്ലാം മഖാശേവ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അതിന് ഈ 2 കാര്യമാണ് ശരിക്കും ഇസ്ലാം മഖാശേവിനെ അത്രയും ഡേഞ്ചറസ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് മഖാശേവിനെതിരെ ബെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗാരി കുറച്ച് ട്രിക്കിയാണ്. അതായത് നമ്മൾ മറ്റേ JDM വേഴ്സസ് ഇസ്ലാം മഖാശേവ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് കുറച്ച് അൺനോൺ ഏരിയാസ് ഉണ്ടായിരുന്നു. അന്ന് JDM വേഴ്സസ് ഇസ്ലാം മഖാശേവ് ഫൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഇസ്ലാം മഖാശേവിൻ്റെ വെൽറ്റർ വെയ്റ്റ് എൻട്രിയിലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ അൺനോൺ ഏരിയസ് ഉണ്ടായിരുന്നു. വെൽറ്റർ വെയ്റ്റിൽ ഇസ്ലാം മഖാശേവ് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്, ഇസ്ലാം മഖാശേവ് ഗ്യാസ് ഔട്ട് ആവുമോ, കുറേ മസിൽസ് ഒക്കെ പാക്ക് ചെയ്തിട്ടാണ് വരുന്നത്, അതുപോലെ തന്നെ വെൽറ്റർ വെയ്റ്റിൽ ഫിസിക്കാലിറ്റി അഡ്വാൻറ്റേജ് കാണത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മാത്രമല്ല JDM കുറേ ത്രെറ്റ്സ് പൊസസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ഫൈറ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിനെ എല്ലാം അസ്ഥാനത്തായിക്കൊണ്ട് ഇസ്ലാം മഖാശേവ് നിസ്സാരമായിട്ട് ജയിച്ചു. ശരിക്കും ആ ഒരു ഫിസിക്കാലിറ്റിയുടെ കാര്യം തന്നെ പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫൈറ്റിൽ ഇവർ രണ്ടും ഫേസ് ടു ഫേസ് വന്നപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. കേജിൽ കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞെട്ടി. കാരണം ഇസ്ലാം മഖാശേവ് ആണ് ശരിക്കും ഹ്യൂജ് ആയിട്ട് നിൽക്കുന്നത്. ഒരിക്കലും JDMന് ആ ഒരു സൈസിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളും ഇല്ലായിരുന്നു. മാത്രമല്ല ആ ഗെയിം പ്ലാൻ ഫോളോ ചെയ്ത രീതി. ഓക്കെ, ഇസ്ലാം മഖാശേവ് റീസൺലി 2 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഇല്ലാന്നതിൽ ഇസ്ലാം മഖാശേവ് പറഞ്ഞിരുന്നു. അതായത് ആ ഒരു ഫൈറ്റ് കുറച്ച് ബോറിംഗ് ആയിപ്പോയി, അതെനിക്കറിയാം, പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കാനാണ് നോക്കിയത്. കാരണം ആ ഒരു സെക്കൻഡ് ബെൽറ്റ് എന്ന് പറയുന്ന കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ആ ഗെയിം പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത രീതി, അതായത് JDMൻ്റെ മുഖം മാറി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. അവസാനം സെക്കൻഡ് റൗണ്ടായി, തേർഡ് റൗണ്ടായി, ഫോർത്ത് റൗണ്ട്, അവസാനം ലാസ്റ്റ് റൗണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് JDM കരയുന്ന പോലെ ആയിരുന്നു. ഒരു പരിപാടി നടക്കുന്നില്ല. കാരണം സഫർ ചെയ്യിപ്പിച്ചു. കാഫിക്കടിച്ച് കാലൊരു പരിവാക്കി, എന്നിട്ട് ഗ്രൗണ്ടിലിട്ടിട്ട് സഫർ ചെയ്യിപ്പിച്ചു. അതിന് ഈസി ആയിട്ട് തന്നെ ഇസ്ലാം മഖാശേവ് ജയിച്ചു. JDM കുറേ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും അവിടെ നടന്നില്ല. ശരിക്കും സകലത്തിൽ നള്ളിഫൈ ചെയ്ത് കളഞ്ഞു. അന്നേരം ഇവിടെ ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക്, ഇയൻ ഗാരി ആയിട്ടുള്ള ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇസ്ലാം മഖാശേവിന് അത്ര ഈസി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ അഗെയിൻ ആ JDM ഫൈറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ JDMനെ കുറിച്ച് കുറേ ധാരണകൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് എസ്പെഷ്യലി ആ ഒരു JDM വേഴ്സസ് ബലാൽ ഫൈറ്റിൽ നിന്നായിരുന്നു.
കാരണം ബലാലിനെ JDM സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മഹാശിവായിട്ടും JDM പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു. പക്ഷേ ബലാൽ ഫൈറ്റിൽ കുറേയൊക്കെ JDM ടേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ JDM എങ്ങനെയെങ്കിലുമൊക്കെ ഉരുണ്ട് എണ്ണീറ്റ് സ്ക്രാമ്പിൾ ചെയ്ത് എണ്ണീറ്റിട്ട് ആ ഒരു ഫൈറ്റ് ഫീറ്റ് തന്നെ നിർത്തുന്നുണ്ടായിരുന്നു. അതിന് നമ്മൾ ശരിക്കും വിചാരിച്ചു മറ്റേ ക്രൈഗ് ജോൺസോടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് ഈ ഒരു ഇസ്ലാമായിട്ടുള്ള ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് JDM ടേക്ക് ഡൗൺ ഡിഫൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ശരിക്കും ആ ഒരു ഗ്രൗണ്ടിലേക്ക് പോകാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇസ്ലാം മഹാശിവ് നിസ്സാരമായിട്ട് ഈ JDMന്റെ സകല ഗെയിം പ്ലാനും നളിഫൈ ചെയ്ത് കളഞ്ഞു. അതിനും ഈ JDMന് ആകെ ഉണ്ടായിരുന്ന ആ ഒരു മാച്ചിൽ പറയാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് സബ്മിറ്റ് ആയില്ല. ഇസ്ലാം മഹാശിവ് സബ്മിറ്റ് ചെയ്യാൻ കുറേ വട്ടം നോക്കിയെങ്കിലും സബ്മിറ്റ് ആയില്ല. അതിന് ആകെ ആ ഒരു കാര്യം മാത്രമേ JDMന് പറയാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ഏരിയയിലും ഇസ്ലാം മഹാശിവ് JDMനെ ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു. ഇപ്പം നമ്മൾ ഇയങ്കാരി വേഴ്സസ് മഹാശിവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പോൾസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് 80-20 എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇസ്ലാം മഹാശിവിന് ചാൻസ് കൊടുത്തേക്കുന്നത്. ഇയങ്കാരി ആൾക്കാരിൽ എഴുതി തള്ളുന്നുള്ള രീതിയിലേക്കാണ്. അതിന് പ്രധാന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇയങ്കാരി ആൾക്കാർക്ക് ഇഷ്ടമല്ല. ശരിക്കും ഇയങ്കാരി ഒരു ലൈക്കബിൾ ഫൈറ്റർ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡാഗിസൺ വേഴ്സസ് ഐലാൻഡ് 2 എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ഇയങ്കാരി ഭയങ്കര അൺസഫറബിൾ ആണ്, ഗ്രേറ്റ് ഫൈറ്ററാണ്. പക്ഷേ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇയങ്കാരി ജയിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. ഈവൻ ഇസ്ലാം മഹാശിവിന് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഗാരി ജയിക്കേണ്ട, ആരെങ്കിലും ജയിക്കട്ടെ എന്നുള്ള രീതിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഗാരി ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ ഈ ഒരു ഫൈറ്റിൽ വലിയ രീതിയിൽ അറ്റൻഷൻ കൊടുക്കുന്നില്ല. ശരിക്കും ഇസ്ലാം മഹാശിവ് ആ ഒരു വിൻ സ്ട്രീക്ക് റെക്കോർഡ് ബ്രേക്ക് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. സോ ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് പേടിയുള്ള കുറേ ഏരിയാസ് ഉണ്ട്. കാരണം ഗാരിക്ക് ജയിക്കാൻ നല്ല പൊട്ടൻഷ്യലുണ്ട്. അതായത് ആൾക്കാർ ഒരുപാട് പേര് ഗാരിയെ ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ മഹാശിവ് ഫൈറ്റ് ചെയ്ത പോലുള്ളൊരു ഫൈറ്റർ അല്ല ഇയങ്കാരി. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പം JDMന് എഗൻസ്റ്റ് ഇസ്ലാമിന് ഒരു ഫിസിക്കാലിറ്റി അഡ്വാൻറ്റേജ് കാണത്തില്ലെന്നാണ് നമ്മൾ കരുതിയത്. ഇപ്പോൾ വെൽറ്റർ വെയ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇസ്ലാം മഹാശിവിൻ്റെ കാർഡിയക് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നൊക്കെ നമ്മൾ കരുതി. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. മാത്രമല്ല JDMന് മേളിൽ ഇസ്ലാം മഹാശിവിന് നല്ലൊരു ഫിസിക്കാലിറ്റി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫൈറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇയങ്കാരി ക്ലിയർലി ഒരു ടോളർ ഒപ്പണൻ്റ് ആണ്. റീച്ചിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്, എസ്പെഷ്യലി ലെഗ് റീച്ചിൻ്റെ അഡ്വാൻറ്റേജ് നന്നായിട്ടുണ്ട്. അന്ന് JDMനെ ഇസ്ലാം മഹാശിവ് കാഫ്കിക്ക് അടിച്ച് ഡിസ്മാൻഡിൽ ചെയ്ത പോലെ ഇയങ്കാരിക്ക് എഗൻസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇസ്ലാം മഹാശിവിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു കാഫ്കിക്കറാണ് ഇയങ്കാരി. ഇപ്പോൾ ഇസ്ലാം മഹാശിവിൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മഹാശിവ് എന്തായാലും ഇയങ്കാരിയെ പിടിക്കാനാണ് പ്ലാൻ, പിടിച്ച് സബ്മിറ്റ് ചെയ്യാനാണ് പ്ലാൻ, ഗ്രാപ്പിൾ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. മാത്രമല്ല അടുത്ത ഇസ്ലാം മഹാശിവിൻ്റെ ട്രാഷ് ടോക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇതാണ് ശരിക്കും നമുക്ക് മഹാശിവിന് ഇത്ര ഇഷ്ടം. കാരണം ടിപ്പിക്കലായിട്ട് ആ ഒരു ഡാഗിസ്റ്റൻ സൈഡിൽ നിന്ന് വരുന്ന മ്യൂട്ടായിട്ടുള്ള ഈ പറയുന്ന അധികം മിണ്ടാത്തൊരു ഫൈറ്ററൊന്നും അല്ല ഇസ്ലാം മഹാശിവ്. കാരണം മഹാശിവിന് അറിയാം ഒരു ഫൈറ്റ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സും കൂടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കണം, ട്രാഷ് ടോക്ക് ചെയ്യണം, ഇതെല്ലാം മഹാശിവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആ ഒരു ട്രാഷ് ടോക്ക് എബിലിറ്റി മഹാശിവ് പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് പറഞ്ഞു വരുന്ന പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ ആരോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ പറഞ്ഞു ഇയങ്കാരിയുടെ ഗെയിം പ്ലാൻ ഇതൊന്നും നമുക്ക് നന്നായിട്ട് അറിയാം, ഗാരി ഓടാനാണ് പ്ലാൻ ചെയ്യുന്നത്, എല്ലാ ഫൈറ്റിലും ഇത് തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പുള്ളിയെ പിടിക്കാനാണ് പ്ലാൻ, അത് ഞാൻ പിടിച്ച് സബ്മിറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അന്നേരത്തേക്ക് ഇയങ്കാരി ഇപ്പോൾ നിൽക്കുന്നത് ചാൾസ് ഒലിവേരയുടെ ക്യാമ്പിൽ. അന്നേരം ഒലിവേരെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് മഹാശിവ് പറയുക ഒലിവേര എന്താ പഠിപ്പിക്കാനാണ്, പെട്ടെന്ന് ടാപ്പ് ഔട്ട് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അതിന് മഹാശിവ് ട്രാഷ് ടോക്ക് ഇമ്പ്രൂവ് ചെയ്തൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മഹാശിവ് പറയുന്നുണ്ട് ഇയങ്കാരിയെ പിടിക്കാനാണ് പ്ലാൻ, സബ്മിറ്റ് ചെയ്യാനാണ് പ്ലാൻ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒന്നാമത്തെ കാര്യം ഗാരിയെ ക്യാച്ച് ചെയ്യണം. ഗാരിയെ ക്യാച്ച് ചെയ്യാൻ അത്ര ഒരു ഈസി ടാസ്ക് ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഗാരി ഭയങ്കര ഫാസ്റ്റാണ്. വെൽറ്റർ വെയ്റ്റിൽ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഫൈറ്റേഴ്സിൽ ഒരാളാണ് ഗാരിയെ പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഗാരി ഇപ്പം JDMൻ്റെ കൂട്ട് ആദ്യമേ സ്ട്രൈക്കിങ്ങിലൂടെ വന്നിട്ട് പിന്നീട് ഗ്രാപ്ലിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്ന ഒരാളല്ല. ഇയങ്കാരി ഗ്രാപ്ലിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ UFC മുമ്പുള്ള ഫൈറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമല്ല ഇപ്പം ഇയങ്കാരി ഒരു ജൂഡോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. മഹാശിവും ജൂഡോയാണ്, ഇയങ്കാരി ജൂഡോ ബ്ലാക്ക് ബെൽറ്റാണ്. ഗാരിക്ക് നന്നായിട്ട് തിരിച്ച് ഗ്രാപ്പിൾ ചെയ്യാൻ അറിയാം. മാത്രമല്ല ഇപ്പോൾ ഫുൾ ടൈം ചാൾസ് ഒലിവേരയുടെ ടീമിൻ്റെ കൂടെയാണ്. മാത്രമല്ല ഇപ്പോൾ ജോർജിയയിലൊക്കെ പോയിട്ട് റെസ്ലേഴ്സിൻ്റെ കൂടെയൊക്കെ ഗാരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഗാരി ഒരു ടഫ് പസിൽ ടു സോൾവ് ആണ്. കാരണം ഇപ്പം JDMനെ ചെയ്ത പോലെ ഗാരിയെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ഇതുപോലെ പല കാര്യങ്ങളും കണ്ടിട്ട്, അതായത് ഇപ്പം ഇയങ്കാരി ഭയങ്കര ലോങ് ആൻഡ് ലാങ്കിയാണ്, അതുപോലെ നല്ല നീണ്ട നെക്ക്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ലോങ് ലെഗ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ആ ലോങ് ലെഗിൻ്റെ കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ നിങ്ങളൊരു കാര്യം നോക്കണം, അന്ന് ബലാലുമായിട്ടുള്ള ഫൈറ്റിൽ ബലാലിന് ഒരു വട്ടം പോലും ഇയങ്കാരിയെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അന്ന് ഷൗക്കത്തുള്ള ഫൈറ്റിൽ 10 വട്ടം ശ്രമിച്ചതിൽ 2 വട്ടം മാത്രമാണ് ഷൗക്കത്ത് സക്സസ്ഫുൾ ആയത്. ഷൗക്കത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡിവിഷനിലെ ബൂഗിമാനായിരുന്നു, എല്ലാവരും ഫിനിഷ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന ഷൗക്കത്താണ്. ആ ഷൗക്കത്തിന് തന്നെ 2 വട്ടേ ഇയങ്കാരിയെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഓരോ വട്ടം തിരിച്ച് പണിയുകയും ചെയ്തു. അതായത് ഇയങ്കാരി ഷൗക്കത്തിനെ പിടിച്ച് ഈ ഒരു പൊസിഷനിൽ കൊണ്ടിട്ടു. ഇല്ല അന്ന് കുറേ മീംസ് ഒക്കെ ഉണ്ടായിരുന്നു ഷൗക്കത്തിന് ആൻസിസ്റ്റേഴ്സിനെ കാണിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനും ഈ ഒരു പൊസിഷനിൽ പിടിക്കാനും ഇയങ്കാരിക്ക് പറ്റി. അതുകൊണ്ട് തന്നെ ശരിക്കും ഇയങ്കാരിയെ ഗ്രാപ്പിൾ ചെയ്യുന്നുള്ളത് അത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയങ്കാരിക്ക് നല്ല ടേക്ക് ഡൗൺ ഡിഫൻസ് ഉണ്ട്. ഇപ്പം മഹേശ്വർ സ്ഥിരം ചെയ്യുന്ന പോലെ സ്വീപ്പ് ചെയ്യാനൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇയങ്കാരിക്ക്. മാത്രമല്ല ഈ പറഞ്ഞ ജൂഡോ ബാക്ക്ഗ്രൗണ്ടും കൂടാണ് ഇയങ്കാരിക്ക്. മാത്രമല്ല തിരിച്ച് ഒഫൻസീവായിട്ട് ഗ്രാപ്പിൾ ചെയ്യാനും ഇയങ്കാരിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഷൗക്കത്തിന് ഈ ഒരു പൊസിഷനിൽ പിടിക്കാനൊക്കെ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഗ്രൗണ്ടിൽ പിടിച്ച് വെക്കുന്ന അത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
അന്ന് നമ്മൾ ജെ ഡി എമ്മിൻ്റെ കാര്യത്തിൽ നമ്മൾ കരുതിയെന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ ഇസ്ലാം മഖാച്ചി എന്തായാലും ജെ ഡി എമ്മിനെ ടേക്ക് ഡൗൺ ചെയ്യും, കാരണം അത് ബേസിക്കലി ഇന്നോവേറ്റബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ജെ ഡി എം എങ്ങനെയെങ്കിലും ഉരുണ്ട് വരേണ്ട എണ്ണീട്ടിട്ട് മിക്കറും ആ ഒരു ഫൈറ്റ് സ്റ്റാൻഡപ്പിൽ നിർത്തുമായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇപ്പം ഇയങ്കേരിയുടെ ഫൈറ്റ് ഐക്യു ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. കാരണം ഒരു ഫൈറ്റ് എങ്ങനെയെങ്കിലും ജയിക്കാൻ ഇയങ്കാരിക്ക് നന്നായിട്ട് അറിയാം. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫ്രസ്ട്രേറ്റിംഗ് ഡിസിഷനിൽ ജയിക്കാൻ ഗാരിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഫിനിഷ് ചെയ്യാനല്ല ഗാരി നോക്കുന്നത്, റൗണ്ട്സ് ജയിക്കാനാണ് നോക്കുന്നത്. ഗാരി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം മഖാച്ചേവിനെ 4 റൗണ്ട് ഇട്ട് സഫർ ചെയ്യിപ്പിച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അതെന്തോ ആവട്ടെ, പക്ഷേ ഗാരി ഫിനിഷ് ചെയ്യാനല്ല നോക്കുന്നത്, റൗണ്ട്സ് ജയിക്കാനായിരിക്കും നോക്കുന്നത്. അതിന് ഒപ്പണൻറ്റിനെ ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ട് റൗണ്ട്സ് ജയിക്കാൻ ഗാരിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഗാരി റീസെൻ്റ് ആയിട്ട് കുറച്ച് ഷോർട്ട് നോട്ടീസ് ഫൈറ്റ്സ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് ഷൗക്കത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് തന്നെ ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് ആയിരുന്നു. ആ ഡിവിഷനിലെ ബൂഗിമാൻ ആയിരുന്നു ഷൗക്കത്ത്, സകലരെയും ഫിനിഷ് ചെയ്തിരുന്ന ആളായിരുന്നു ഷൗക്കത്ത്. പക്ഷേ ഇത്രയും നന്നായിട്ട് ഇംപ്രസീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ ഇയങ്കാരിക്ക് പറ്റി. അതുപോലെ തന്നെ കാർലോസ് പ്രാക്ടീസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് അതും ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. അതായത് യു എസിൽ തന്നെ വൺ ഓഫ് ദി ഡേഞ്ചറസ് സ്ട്രൈക്കേഴ്സിൽ ഒരാളായിട്ടുള്ള കാർലോസ് പ്രാക്ടീസ് ഇപ്പം ജെ ഡി എമ്മിനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെയുള്ള പ്രാക്ടീസുമായിട്ടൊരു ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് ആയിരുന്നു. അതും കാർലോസ് പ്രാക്ടീസിനെ ഔട്ട് സ്ട്രൈക്ക് ചെയ്തു. അന്നേരം പ്രാക്ടീസിനെ ഔട്ട് സ്ട്രൈക്ക് ചെയ്തു, ഷൗക്കത്തിന് ഈ ഒരു പൊസിഷനിൽ പിടിച്ചു, ബലാലിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഇയങ്കാരി എന്ന് പറയുമ്പോഴത്തേക്ക് റിയലി ഗുഡാണ്. മാത്രമല്ല ഒരു ടഫ് പസിൽ സോൾവ് ആണ്. അതായത് നേരത്തെ ജെ ഡി എമ്മിനെ ചെയ്ത പോലെ ഒന്നും ഗാരിയെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മാത്രമല്ല കേജിനകത്ത് വെച്ച് ഗാരിയെ സോൾവ് ചെയ്യാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഏത് വിധേന വേണമെങ്കിലും ജയിക്കാൻ ഗാരി ശ്രമിക്കും. അതായത് അന്ന് മറ്റേ MVP എഗൻസ്റ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഗാരിക്ക് മനസ്സിലായപ്പോഴത്തേക്ക് പിടിച്ച് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് ബോറടിപ്പിച്ച് തോപ്പിച്ച്, അവിടെ ഹഗ് ചെയ്ത് കിടന്ന് തോപ്പിച്ച്. മാത്രമല്ല ഒരിക്കലും ഒരു ഒപ്പണൻ്റെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറാനൊന്നും ഗാരി സമ്മതിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഡിസ്ട്രപ്റ്റ് ചെയ്യും, മിനിമം കണ്ണി കുത്തുക ചെയ്യും. അന്നേരം ഡേർട്ടി ഫൈറ്റിംഗ്, ബോറിംഗ് എങ്ങനെയെങ്കിലുമൊക്കെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ഡിസിഷൻ ജയിക്കാൻ ഗാരിക്ക് നന്നായിട്ട് അറിയാം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരിക്കലും ഗാരി ഇസ്ലാമിനെ ഫിനിഷ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഡിസിഷൻ ജയിക്കാൻ ഗാരിക്ക് നല്ലൊരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണ്. അന്നേരം നമുക്കറിയത്തില്ല ഇപ്പം ഇസ്ലാം മഖാച്ചിൻ്റെ ടീം എന്താണ് ഗെയിം പ്ലാൻ വെച്ചേക്കുന്നത്. മാത്രമല്ല ഇപ്പം മഖാച്ചേവിൻ്റെ ഒരു റീസെൻറ്റ് ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്, അതായത് മറ്റേ ജെ ഡി ആയിട്ടുള്ള ഫൈറ്റ് കുറച്ച് ബോറിംഗ് ആയിരുന്നു, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെ അടുത്ത ഫൈറ്റ് ഞാൻ ഫിനിഷ് ചെയ്യാനായിരിക്കും നോക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. എൻ്റെ വേറെ പേടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നേരെ ഫിനിഷിന് പോയിട്ട് ഈ പറയുന്ന ഗ്യാസ് ടാങ്ക് കാലിയാക്കോ എന്നുള്ള രീതിയിലൊക്കെയാണ്. കാരണം ഈ പറയുന്ന ജെ ഡി എമ്മിന് അഗൻസ്റ്റ് ഇസ്ലാം ഈസി ആയിരുന്നു ടേക്ക് ഡൗൺ ചെയ്യാനും ബാക്കി ഗ്രൗണ്ടിലിട്ട് പണിയാനൊക്കെ ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്യാസ് ടാങ്ക് കാലിയാക്കേണ്ടി വന്നിട്ടില്ല, തിരിച്ച് അഡ്വേഴ്സിറ്റീസ് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ തിരിച്ച് ഗ്രാപ്പിൾ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് കുറച്ച് വർക്ക് ചെയ്തിട്ട്, അതായത് മറ്റേ വോൾക്കനോസ്ക്കെതിരെ സംഭവിച്ച പോലെ ഒരു ടയർഡാവോ അല്ലെങ്കിൽ കുറച്ച് പുറകോട്ട് പോവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയമുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഒരു പേടി എന്ന് പറയുമ്പോഴത്തേക്കും മഖാച്ചേവിനെ അത്ര ഈസിലി ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ബലാൽ ഒരു വട്ടം പോലും ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല. ഷൗക്കത്ത് 10 വട്ടം ശ്രമിച്ചിട്ട് 2 വട്ടം മാത്രമേ സക്സസ്ഫുൾ ആയുള്ളൂ. പിന്നെ 2 പേർക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഖാച്ചേവിൻ്റെ ആകെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കുറച്ച് ക്വസ്റ്റ്യനബിൾ ആണ്. അതായത് ക്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിട്ടുമുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ വീക്സിനാണെന്നുള്ളതൊന്നുമല്ല. പക്ഷേ ഗാരിക്ക് ഈ പറയുന്ന പോലെ ഒരു നോക്കൗട്ട് പവർ കാര്യങ്ങളൊന്നുമില്ല. ഗാരിക്ക് നോക്കൗട്ട്സ് ഉണ്ട്, പക്ഷേ എങ്കിലും അത്ര വലിയൊരു നോക്കൗട്ട് പവർ കാര്യങ്ങളൊന്നും ഉള്ള ആളൊന്നുമല്ല. ഇപ്പം ബാക്ക് ടു ബാക്ക് കുറേ ഡിസിഷൻസുമാണ് ഗാരിയുടെ ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു നോക്കൗട്ട് ത്രെറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇസ്ലാമിൻ്റെ ചിഹ്നം അധികം നമ്മളങ്ങനെ ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. കാരണം ഇസ്ലാം മഖാച്ചേവ് അടിപൊളിയായിട്ട് ഡിസ്റ്റൻസ്, യു എസിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡിസ്റ്റൻസ് മാനേജ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇസ്ലാം മഖാച്ചേവ്. കാരണം എല്ലാ ഒപ്പോണൻറ്റിനെയും പവറിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മഖാച്ചേവ് ഫൈറ്റ് ചെയ്യുന്നത്. അതിന് ഡിസ്റ്റൻസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ഡിസ്റ്റൻസിൽ നിർത്തി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ഇയങ്കാരി. കാരണം വളരെ ലോങ് ആൻഡ് ലാംഗി ഫൈറ്ററാണ് ഇയങ്കാരി. ഗാരിയുടെ കൈക്ക് അത്ര വലിയ നീളോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ലെഗ് റേസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗാരി നന്നായിട്ട് ആ ഒരു ഡിസ്റ്റൻസ് മാനേജ് ചെയ്തിട്ട് ചുറ്റും കിടന്നോടി ആ ഒരു രീതിയിൽ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇയങ്കാരി. ഇവിടെ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ ഫൈറ്റിലും ഇസ്ലാം മഖാച്ചിനെ ക്യാച്ച് ചെയ്യാനാണ് ആൾക്കാർ നോക്കുന്നത്. അതിപ്പം ഡസ്റ്റിൻ പോറിയർ ആണെങ്കിലും ജെ ഡി എം ആണെങ്കിലും എല്ലാവരും ഇസ്ലാം മഖാച്ചേവിനെ നോക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ മഖാച്ചേവിൻ്റെ ഈ ഒരു മിക്സിങ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം കാരണം നിന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റത്തില്ല, ടേക്ക് ഡൗൺ ത്രെറ്റ് ഉണ്ട്. അങ്ങനെ പേടിച്ചും ഭയന്നൊക്കെ ഇസ്ലാം മഖാച്ചിനെ ക്യാച്ച് ചെയ്യാനായിരിക്കും ഇവർ നോക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് നേരെ തിരിയും. അതായത് ഗാരി ശ്രമിക്കുന്നത് ഡിസിഷൻ ചെയ്യിക്കാനായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രൈക്സ് ലാൻഡ് ചെയ്തിട്ട് ചുറ്റും കിടന്ന് ഓടാനും ആ രീതിയിലേക്ക് ആയിരിക്കും ഗാരി ശ്രമിക്കുന്നത്, റൗണ്ട്സ് ജയിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാം മഖാച്ചേവിൻ്റെ ഡ്യൂട്ടിയാണ് ഗാരിയെ ക്യാച്ച് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നേരെ തിരിയും. ഇവിടെയുള്ള എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാം മഖാച്ചേവ് ഡിസ്റ്റൻസ് മാനേജ്മെൻറ്റിനെല്ലാം പക്കയാണ്. പക്ഷേ ചേസ് ചെയ്യുന്ന കാര്യത്തിൽ ഇസ്ലാം മഖാച്ചേവ് അത്ര ഒരു നീറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഇസ്ലാം മഖാച്ചേവ് ചേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത്ര സ്ട്രൈക്കിങ് അത്ര നീറ്റല്ല. അതിൻ്റെ കൂടെ തന്നെ ഗാരിയുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ട്രാപ്സ് സെറ്റ് ചെയ്യാൻ ബെസ്റ്റാണ്. പക്ഷേ ഇവിടെ ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാം മഖാച്ചേവ് ചേസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രൈക്കിങ് അത്ര നീറ്റല്ല. അന്നേരം തന്നെ കുറച്ച് ഗാരിയുടെ റീച്ച് വെച്ചിട്ട് കൗണ്ടർ സ്ട്രൈക്ക് ലാൻഡ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് നല്ലൊരു പേടിയുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ റൗണ്ട്സ് ജയിച്ച് ഗാരി ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പടി. പിന്നെ JDM അഗൈൻസ്റ്റ് ചെയ്ത കാഫ്കിക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗാരിക്ക് അഗൈൻസ്റ്റ് ആ കാഫ്കിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഗാരി ഇതുപോലെ തന്നെ തിരിച്ച് കാഫ്കിക്ക് ചെയ്യുന്ന ആളാണ്. അതായത് കാഫ്കിക്ക് മാത്രമല്ല ഒബ്ലിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. മറ്റേ ഷൗക്കത്തിൻ്റെ കരിയർ തീർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. അത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫൈറ്റിൽ നന്നായിട്ട് കാണാനുണ്ട് ആ ഒരു ലെഗ് നീ അറ്റാക്ക് ചെയ്യുന്നതും ഒക്കെ. ശരിക്കും എനിക്ക് തോന്നുന്നു ഡാമേജ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അന്നേരം ഈ പറയുന്ന കാഫ്കിക്ക് ലാൻഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ലെക്കിക്ക് ലാൻഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ മാത്രമല്ല ഗാരി ഭയങ്കര ഫാസ്റ്റും കൂടാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഗാരി ഒരു ടഫ് പസിൽ ടു സോൾവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇസ്ലാം ഹസന് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട്, കൂടുതൽ ഫയർ ഓൺ എക്സ്പീരിയൻസ് ഉണ്ട്, ചാമ്പ്യൻഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന പ്രഷർ ഇസ്ലാം ഹസൻ നന്നായിട്ട് യൂസ്ഡ് ആണ്. അതിന് ഗാരി അപ്പ് ഇൻകമറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മെൻ്റൽ ഗെയിമിലും കുറച്ചുകൂടെ ഒരു അപ്പർ ഹാൻഡ് ഇസ്ലാമിന് കാണുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എഗെയിൻ ഈ പറയുന്ന മഹാശേവ് കുറച്ച് അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ വോൾക്കനോസ്കി അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആ ഫസ്റ്റ് ഫൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഡസ്റ്റിൻ പോറിയർക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിലാണെങ്കിലും ഉദ്ദേശിച്ച പോലെ പ്ലാൻ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡസ്റ്റിൻ പോറിയർ ഫൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു മഹാശേവ് പോറിയറെ നന്നായിട്ട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ആ ഒരു ഫൈറ്റ് ആ രീതിയിലേക്ക് പോയിരിക്കുന്നത്. വലിയൊരു ഗെയിം പ്ലാൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് പോറിയറിനെ ഇപ്പോൾ തോപ്പിച്ചിട്ട് വരാം എന്നുള്ള രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും കുറച്ച് അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്തത്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ പ്ലാൻ പോകാത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് മഹച്ചൻ നന്നായിട്ട് അറിയാം. പിന്നെ ഗാരിയുടെ കേസ് നോക്കുകയാണെങ്കിൽ സിമിലർ ആയിട്ട് കുറച്ച് സിറ്റുവേഷൻസിൽ ഗാരി എത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി ഷൗക്കത്തായിട്ട് 5 റൗണ്ട് പോയതാണ്. അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ആയിട്ടുള്ള ആ ഒരു 5th റൗണ്ടിൽ ഉദ്ദേശിച്ച പോലെ പോയില്ല, ഏറെക്കുറെ ഫിനിഷ് ആവേണ്ടതായിരുന്നു. പക്ഷേ അഗെയിൻ സർവൈവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഗാരി ശരിക്കും അഡ്വേഴ്സിറ്റീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ് ആയിരിക്കും. എനിക്കറിയത്തില്ല ശരിക്കും മഹാശിവൻ്റെ ടീമിൻ്റെ പ്ലാൻ എന്തായിരിക്കുന്നത്. പക്ഷേ അഗെയിൻ എൻ്റെ പേടി എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് ഡൗൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ടേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഒലിവേരയുടെ കൂടെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സബ്മിഷൻ ഡിഫെൻഡ് ചെയ്യാനും ഗാരിക്ക് നന്നായിട്ട് അറിയാം. തിരിച്ച് ഒഫൻസീവായിട്ട് ഗ്രാപ്പിൾ ചെയ്യാനും അറിയാം. എന്നാൽ ഈ പറയുന്ന സ്ട്രൈക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെപ്പൺസ് കൂടുതലുള്ള ഗാരിക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ടഫ് ഫൈറ്റ് ആയിരിക്കും എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ ഫൈറ്റ് ആവേണ്ടതായിരുന്നു. ആ ഒരു ഡാഗസ്റ്റൺ വേഴ്സസ് അയർലൻഡ് 2 എന്നുള്ള രീതിയിലേക്ക് വലിയൊരു ഫൈറ്റ് ആവേണ്ടതായിരുന്നു. പക്ഷേ അത് ആവാത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഗാരി ആർക്കും ഇഷ്ടമല്ല. ഈവൻ മഹാശിവന് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഈ ഫൈറ്റ് ആരെങ്കിലും ജയിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. ആർക്കും ഗാരി ജയിക്കണമെന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുറേ റീസൺസ് ഉണ്ട്. അതായത് ഗാരി ആസ് എ ഫൈറ്ററും ഗാരി ആസ് എ പേഴ്സണും രണ്ടായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഗാരി ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗാരിയുടെ ഫൈറ്റ് മാത്രം കാണുക, ഫൈറ്റ് കാണുക, പ്രസ് കോൺഫറൻസ് കാണുക, വീട്ടിൽ പോകുക. അല്ലാതെ നിങ്ങൾ ബാക്കി ഇൻ്റർവ്യൂ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഗാരി വെറുത്തു. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാന കാര്യം ഗാരിയുടെ പെണ്ണുപിള്ള വൈഫ്, പുള്ളിയുടെ ഗാരിയുടെ ഫുൾ പേര് ഇയാൻ മച്ചാഡോ ഗാരി എന്നാണ്. ഈ മച്ചാഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വൈഫിൻ്റെ മിഡിൽ നെയിമാണ്. ഈ വൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗാരിയേക്കാളും എൽഡറാണ്. അതുപോലെ തന്നെ ഇവർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹൗ ടു ബി എ വാഗ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വാഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വൈഫ് ആൻഡ് ഗേൾ ഫ്രണ്ട്, അതായത് ഈ യങ് ആയിട്ടുള്ള അത്ലീറ്റ്സിനെ എങ്ങനെ ചാക്കിലാക്കാം, എന്നിട്ട് അവരെ ഊറ്റി എങ്ങനെ ജീവിക്കാം എന്നുള്ള രീതിയിൽ, അതായത് അവരുടെ വൈഫും ഗേൾ ഫ്രണ്ടൊക്കെ എങ്ങനെയാവാം എന്നുള്ള രീതിയിൽ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനൊരു സ്ത്രീയാണ് ഈ ഗാരിയുടെ വൈഫ്. അന്നേരം അതുകൊണ്ട് തന്നെ ആർക്കും ഇവരെ കണ്ടുവിടാം. അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ഈ വൈഫിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡ് താമസിക്കുന്നത് ഇവരുടെ കൂടെ തന്നെ. അതായത് ഗാരിയുടെയും ഈ പെണ്ണുപിള്ളയുടെയും കൂടെയാണ് അയാൾ താമസിക്കുന്നത്. ഗാരിയുടെ ന്യൂട്രീഷനിസ്റ്റാണ് അയാൾ. അന്നേരത്തേക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഗാരിയുടെ മേളിൽ ഒരു കക്കലിഗേഷനൊക്കെ ഉണ്ട്. ഓക്കെ, അന്നേരം അതൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഗാരി ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ തന്നെ ഗാരിയുടെ ഓരോ ഇൻ്റർവ്യൂ ഒക്കെ കാണുകയാണെങ്കിൽ ശരിക്കും ഇൻസഫറബിളാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുമ്പ് ഗാരിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുക, ഈ വേൾഡ് സ്ത്രീകൾ റൂൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഇതൊരു ബെറ്റർ പ്ലേസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ചിലരെ അറിയത്തില്ലേ, അതായത് ചില പെമ്പിള്ളേരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫെമിനിസ്റ്റ് നടിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. യവന്മാരുടെ കൂട്ടാണ് ഗാരിയുടെ. അതായത് ആരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതല്ല, ആരെ ഇമ്പ്രസ് ചെയ്യാനാണ്, ഈ പെണ്ണുപിള്ള ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന പോലെ. അന്നേരം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കങ്ങ് തൊലി വരും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ദിവസം മുമ്പിരുന്ന് പറയുക, ഞാൻ ഡിസ്നി മൂവീസ് കാണാറുണ്ട്, ഞാൻ ഡിസ്നി മൂവീസ് കണ്ട് കരയാറുണ്ട്, ഞാൻ എൻ്റെ ഫെമിനിൻ സൈഡുമായിട്ട് നല്ല ടച്ചിലാണ് എന്നുള്ള രീതിയിലൊക്കെ. അതിൻ്റെ കൂടെ തന്നെ ഗാരിയുടെ ടാറ്റൂസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇല്ല നെഞ്ചത്ത് കൂപ്പിട്, കയ്യിൽ മറ്റേ ലവ് സിമ്പിൾ, അങ്ങനെ ഒരുമാതിരി ഒരു ഫെമിനിൻ കൈൻഡ് ഓഫ് സംഭവമാണ് പുള്ളിക്കാരൻ ഈ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക്. പക്ഷേ ആസ് എ ഫൈറ്റർ പുള്ളി അടിപൊളിയാണ്. ഇതാണ് നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ അടിക്കുന്നത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഫൈറ്ററാണ്, പക്ഷേ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഗാരിയുടെ കാര്യങ്ങൾ. അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും ഒരു ലൈക്കബിൾ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ഹൈപ്പ് കയറേണ്ട ഫൈറ്റ് ആയിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം മഹാശേവിന് ഒരു ലെജിറ്റിമേറ്റ് ത്രെറ്റ് പോസ് ചെയ്യുന്ന ആളാണ് ഗാരി. മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസൈൻ ഫൈറ്റ് ഒക്കെയുണ്ട് പുള്ളിക്ക്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് നോട്ടീസ് ഫൈറ്റൊക്കെ എടുത്തിട്ടും ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്.
മാത്രമല്ല ഇപ്പം ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ആ ഒരു ഫൈറ്റിൻ്റെ ഋതം എങ്ങനെ കളയണമെന്നും എല്ലാം പുള്ളിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല ഫൈറ്റിങ്ങിനെ കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. ഇപ്പം ഈ ഇൻ്റർവ്യൂസിലൊക്കെ തന്നെ ഈ മെജോറിറ്റിയും ചവറാണ്, പക്ഷേ ചില ഈ ഫൈറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ ഗാരിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം സാധാരണ ആൾക്കാർ ഒപ്പണനെ ഡൗൺ പ്ലേ ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ മോശം പറയാൻ നോക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഡസ്റ്റിൻ പോറിയും ഇസ്ലാം മഹാശുള്ള ഫൈറ്റിൽ തന്നെ ഡസ്റ്റിൻ പോറി പറയുന്നുണ്ട് ഇസ്ലാം മഹാശിനെ ബോക്സ് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ തിരിച്ച് ബോക്സ് സ്ലീപ്പ് ചെയ്യിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗാരി ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഗാരി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറയുന്നത്, ഇസ്ലാം മഹാശി ഇതാണ് മഹാശിനെ ഒരുപാട് അങ്ങ് പൊക്കി അടിക്കും. എന്നിട്ട് പറയും ഇത്രയും ഭയങ്കര ഗ്രേറ്റാണ് മഹാശി, അതുകൊണ്ട് തന്നെ മഹാശിനെ തോപ്പിക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ലെഗസിക്ക് അത്രത്തോളം നല്ലതാണ്, ഞാൻ ആ ഒരു ലെജൻഡറി സ്റ്റാറ്റസിലേക്ക് വരും എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ശരിക്കും ഗാരിക്ക് അറിയാം മഹാശേവ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാം ഗാരിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല മറ്റേ ഗാരി തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുമ്പോഴത്തേക്കും മഹാശേവ് 5 റൗണ്ട് ആ ഒരു ഗ്രൗണ്ടിൽ പിടിച്ച് വെക്കും എന്നുള്ള കാര്യത്തിലൊക്കെയാണ്. കാരണം ഗാരിക്ക് ത്രെട്ട് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മഹാശിൻ്റെ നല്ലൊരു ഫൈറ്റ് കൊടുക്കാൻ ഗാരിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ മഹാശിനെ കുറിച്ച് കൂടുതൽ പറയാത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം മഹാശേവ് ആരാന്ന്. നമുക്കൊരിക്കലും മഹാശേവിനെ കുറച്ച് കാണാനും പറ്റത്തില്ല. നമ്മൾ ഇത്രയും മറ്റേ ഇലിയ വേഴ്സസ് മഹാശേവിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ JDM വേഴ്സസ് മഹാശേവിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ മഹാശിനെ കുറിച്ച് കുറേ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം മഹാശേവ് ആരാണ്, എന്തിന് കേബിൾ ആണെന്നൊക്കെ. അത് ഞാൻ പക്ഷേ ഇവിടെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ഗാരി ശരിക്കും ഒരു ലെജിറ്റിമേറ്റ് ത്രെറ്റ് പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് വേറെ കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം വർഷം 2026, അതായത് അപ്സെറ്റുകളുടെ വർഷമാണ്, ബാക്ക് ടു ബാക്ക് അപ്സെറ്റുകളുടെ വർഷമാണ്. അതായത് മഹാശേവാണ് അവസാനം ഈ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അധികാരം പറയാത്തൊരു കാര്യമുണ്ട്. അതായത് മഹാശേവൻ്റെ കറണ്ട് ഏജ് 34. ഈ 34-35 എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു റിസ്കി ഏജാണ്. അതായത് ഇല്ല ടോപ്പിൽ നിന്നിട്ട് വീഴാൻ പറ്റിയൊരു ഏജാണ്. അതായത് ഒരു ലെഗസിയിലേക്ക് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു അൺഡിഫീറ്റബിളായിട്ട് പോകുന്നൊരു സമയത്ത് വീഴുന്നൊരു ഏജാണ് ഈ 34-35 എന്ന് പറയുമ്പോഴത്തേക്ക്. ഫോർ എക്സാമ്പിൾ അന്ന് ലിയോൺ എഡ്വേർഡ്സ് കമാർ ഉസ്മാനെ ഹെഡ് കിക്ക് ചെയ്ത് നോക്കൗട്ട് ചെയ്തപ്പോൾ ആരും അന്ന് വരെ കരുതിയില്ല ഉസ്മാനെ ആരെങ്കിലും തോപ്പിക്കുമെന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉസ്മാൻ്റെ കരിയർ പോയ രീതി കണ്ടില്ലേ. അന്ന് ഉസ്മാൻ്റെ ഏജ് 34-35 പിന്നെ വോൾക്കനോസ്കിയെ ഇസ്ലാം മഹാശേവ് നോക്കൗട്ട് ചെയ്തപ്പോഴത്തേക്ക് അന്ന് വോൾക്കനോസ്കിയുടെ ഏജ് 34-35. ഷോൺ സ്ട്രിക്ലൻഡ് അഡിസാനിക്ക് ജസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അന്ന് അഡിസാനെ തോറ്റ് പിന്നീട് ഈ ഒരു ഡൗൺഫോളിലേക്ക് പോയപ്പം അഡിസാനിയുടെ ഏജ് അന്ന് 34-35. പാൻറ്റോജ എൻ്റെ ഫ്ലൈ വെയ്റ്റ് ഡിവിഷൻ ക്ലിയർ ഔട്ട് ചെയ്ത് പൊക്കോണ്ടിരുന്ന മൈറ്റി മൗസിൻ്റെ കോൺസിക്യൂട്ടീവ് ടൈറ്റിൽ ഡിഫൻസസ് റെക്കോർഡ് തോപ്പിക്കുന്ന പോലും നമ്മൾ ഒരു സമയത്ത് കരുതിയിരുന്നു. പക്ഷേ പാൻറ്റോജ ജോഷുവാനോട് തോറ്റപ്പോൾ ഏജ് 34-35. അത് ഓക്കെ, അത് ഇഞ്ചുറി ആയിരുന്നെങ്കിൽ പോലും ആ ഒരു വിൻ സ്ട്രീക്ക് പോയി. അതുപോലെ തന്നെ മെറാബ് ഡോലിഷ്വലി ആ ഒരു വിൻ സ്ട്രീക്ക് റെക്കോർഡ് തോപ്പിക്കും നമ്മളെല്ലാവരും കരുതിയിരുന്നതാണ്. സൂപ്പർ ആക്റ്റീവായിട്ട് അന്യായ വിൻ സ്ട്രീക്കുമായിട്ട് പൊക്കോണ്ടിരുന്ന മെറാബ് ഡോലിഷ്വലിയാണ്. പക്ഷേ പീട്രിയാൻ തോപ്പിച്ചു. അന്നേരം ഏജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് 34-35 ആയിരിക്കും. അതിന് മഹാശേവൻ്റെ കറണ്ട് ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് 34. അതായത് ആ ഒരു ഡൗൺഫോളിലെ തെല്ലത്ത് വന്ന് നിൽക്കുന്ന ഒരു ഏജ് ഉണ്ടല്ലോ. ഈ ഒരു കാര്യം കബീബിന് നന്നായിട്ട് അറിയാം. അതായത് എന്തിനാണ് ഈ ഒരു ഏജിന് അപ്പുറത്തേക്ക് പോകുന്നത്? കാരണം ആ ഒരു ഏജിൻ്റെ അപ്പുറത്തേക്ക് ഡേഞ്ചറസ് ആണ്, എപ്പോഴായാലും ആൾക്കാർ തോക്കും, പിന്നീട് ഒരു ഡൗൺഫോൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ കബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മഹാശി ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ഏജാണ്. അതുകൊണ്ട് തന്നെ ഫൈറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് നെഞ്ചെടുപ്പ് കൂടും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ യങ്കാരി ഒരു നെക്സ്റ്റ് ജനറേഷനെ പ്രതിനിധാനം ചെയ്യുന്ന 28 വയസ്സ് മാത്രമുള്ള ഒരാളും കൂടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ലേ? അതിനോ അങ്ങനെ ആ ഏജും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നെഞ്ചെടുപ്പ് കൂടും ഫൈറ്റ് കാണുമ്പോഴത്തേക്ക്. പിന്നെ മഹാശേവൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കവിയുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്ക് മഹാശേവ് അധികം താമസിക്കാതെ റിട്ടയർ ആവും എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ മഹാശേവ് പറയുന്നത് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫൈറ്റ് കഴിഞ്ഞാൽ അടുത്ത ഫൈറ്റ് അത്രയേ ഉള്ളൂ, ഞാൻ എന്തായാലും റെക്കോർഡ്സ് എല്ലാം ബ്രേക്ക് ചെയ്താൽ ഞാൻ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ്. അന്നേരം നമുക്കറിയത്തില്ല മഹാശേവൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാൻ എന്താണെന്നുള്ള രീതിയിലൊക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് ജയിച്ച് കഴിഞ്ഞിട്ട് മഹാശേവ് റിട്ടയർ ചെയ്യണമെന്നാണ്. കാരണം വിൻസ്റ്റർ റെക്കോർഡായി അത് കഴിഞ്ഞിട്ട് മഹാശേവ് തോക്കുന്നതാണ് എനിക്ക് വയ്യ. കാരണം ഇനിയുള്ള ഫൈറ്റേഴ്സ് എല്ലാം ഡേഞ്ചറസ് ആണ്. എസ്പെഷ്യലി അടുത്ത ഫൈറ്റ് മിക്കവാറും വരുന്നത് നമ്മുടെ മൊറാലിസ് ആയിരിക്കും. മൊറാലിസ് കുറച്ച് പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മഹാശേവ് അധികം ആക്റ്റീവായിട്ട് ഓടണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കൺസേൺ ഉള്ള വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ഖംസ ചിമായവിൻ്റെ ഒരു പാരലിൽ നമ്മൾ ഡ്രോ ചെയ്ത് നോക്കുകയാണെങ്കിൽ അന്ന് ഖംസസ് വേഴ്സസ് DDPയിൽ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതായത് DDP ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഖംസസിനെ തോപ്പിക്കാൻ DDPക്ക് നല്ല ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ DDP ടെറിബിളി ഫെയിലായി. ഖംസസ് DDP ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ബോറിംഗ് ഫൈറ്റ് ആയിരുന്നെങ്കിൽ പോലും ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ തൊട്ടു പറയും വന്ന സ്ട്രിക്ലൻഡ്, ഒരു ഡിസിഷൻ മർച്ചൻ്റ് ആയിട്ടുള്ള സ്ട്രിക്ലൻഡ് അതേ കാര്യങ്ങൾ ചെയ്തു. അതായത് DDP ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഖംസസിനെ തോപ്പിച്ചു. ഇവിടെ JDM കുറേ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അന്നും JDM ചെയ്തില്ല. ഇസ്ലാം മഹാശേവ് JDMനെ ഡോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അടുത്ത ഫൈറ്റ് അതും ഡിസിഷൻ മർച്ചൻ്റ് ആയിട്ടുള്ള ഇയാങ്കാരി. അതിന് ഇയാങ്കാരി ഇപ്പോൾ സ്ട്രിക്ലൻഡ് ചെയ്ത പോലെ തന്നെ ഒരു ഡിസിഷനിലും കാണും ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഫൈറ്റിൻ്റെ അന്ന് മിക്കവാറും എനിക്ക് വല്ല അറ്റാക്ക് കാണും വരും.
പക്ഷേ എങ്ങനെയെങ്കിലും മഹാശേവൻ ടീം അത് ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗാരിക്കും കുറച്ച് ടെൻഡൻസീസ് ഉണ്ട്. അതായത് ഇപ്പം ഈ പുറയിലേക്ക് ലീൻ ചെയ്യുക, അതായത് ഇപ്പം പഞ്ച് ചെയ്യാൻ നേരത്ത് പുറയിലേക്ക് ലീൻ ചെയ്യുക, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അതിനാ ഈ പറയുന്ന ഡബിൾ ലെഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് ഈ ഒരു ഫൈറ്റ് കുറച്ച് കോമ്പറ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇസ്ലാം മഹാശേവ് നേരത്തെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെക്കാളും കുറച്ച് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇറ്റ്സ് ഇസ്ലാം മഹാശേവ് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഒരു ഫൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.